ഇസ്രായേൽ ഇതുവരെ പാഠം പഠിച്ചില്ലേ? ഒന്നും പഠിച്ചില്ലെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. ഒന്നാം ഘട്ട ഗസ വെടിനിർത്തൽ അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം. അതിനിടയിൽ ആശങ്ക ഉയർത്തുന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. ഗസയിലെ തന്ത്രപ്രധാന ഇടനാഴിയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കില്ലെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥയുടെ ലംഘനമാണിത്. ഇസ്രായേലിന്റെ കരാർ ലംഘനം ഹമാസിനെ ചൊടിപ്പിച്ചിരുന്നു. രൂക്ഷമായ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ഹമാസ്. സംഘർഷം മൂർച്ഛിച്ചതോടെ രണ്ടാംഘട്ട വെടിനിർത്തൽ സാധ്യമാകുമോ എന്ന ആശങ്കയാണുള്ളത്. വെടിനിർത്തൽ കരാർ പ്രകാരം ഗസ ഈജിപ്റ്റ് അതിർത്തിയിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറണം. എന്നാൽ സൈന്യത്തെ പിൻവലിക്കില്ലെന്ന പ്രഖ്യാപനമാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. ഹമാസിനെ പ്രകോപിപ്പിക്കുന്ന തീരുമാനമാണിത്. രണ്ടാംഘട്ട വെടിനിർത്തലിനിടെയാണ് 14 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഫിലാഡൽഫി കോറിഡോറിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കേണ്ടിയിരുന്നത്. ഇതിൽ നിന്നുള്ള ഇസ്രായേലിന്റെ പിന്മാറ്റം രണ്ടാംഘട്ട വെടിനിർത്തൽ ചർച്ചകളെപ്പോലും പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. IDF സേനയെ പിൻവലിക്കില്ലെന്ന് CNN റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേൽ സോഴ്സിനെ ഉദ്ധരിച്ചാണ് CNN ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഇസ്രായേൽ, ഫിലാഡൽഫി ഇടനാഴി വിടില്ല. ഞങ്ങളുടെ അതിർത്തിയിൽ ട്രക്കുകളും തോക്കുകളുമായി റോന്തു ചുറ്റാൻ ഹമാസ് കൊലയാളികളെ അനുവദിക്കില്ല. കള്ളക്കടത്തിലൂടെ വീണ്ടും ശക്തരാകാനും ഹമാസിനെ ഞങ്ങൾ അനുവദിക്കില്ല, റിപ്പോർട്ടിൽ പറയുന്നു. ചർച്ചകൾക്കായി ഫെബ്രുവരി 27-നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈജിപ്തിലെ കെയ്റോയിലേക്ക് സംഘത്തെ അയച്ചിരുന്നു. സംഘം രണ്ടാംഘട്ട വെടിനിർത്തലിന് വേണ്ടിയാണോ ഒന്നാം ഘട്ടത്തിന്റെ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടാണോ ചർച്ച ചെയ്യുന്നത് എന്ന് വ്യക്തമല്ല. അതിനിടെ പ്രതികരണവുമായി ഹമാസുമെത്തി. ഫിലാഡൽഫി കോറിഡോറിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ചില്ലെങ്കിൽ അത് വെടിനിർത്തൽ കരാറിന്റെ വ്യക്തമായ ലംഘനമാണെന്നാണ് ഹമാസ് പ്രതികരിച്ചത്. വെടിനിർത്തൽ കരാറിനെ അട്ടിമറിക്കാൻ കെട്ടിച്ചമയ്ക്കുന്ന കാരണങ്ങളാണിതെന്നാണ് ഹമാസ് ആരോപിക്കുന്നത്. കരാറിലെ വ്യവസ്ഥകളിൽ നിന്ന് പിന്മാറാനുള്ള നെതന്യാഹുവിന്റെയും സർക്കാരിന്റെയും ഏതൊരു നീക്കവും ബന്ദികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും കൂടുതൽ ദുരിതങ്ങൾ ഉണ്ടാക്കുമെന്ന ഭീഷണിയാണ് ഹമാസ് മുഴക്കുന്നത്. അതിനിടെ ഇസ്രായേൽ സൈന്യത്തിന്റെ ഒരു അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. 2023 ഒക്ടോബർ 7-ന് ഇസ്രായേലിനെതിരായ ആക്രമണത്തിന് മുമ്പ് ഹമാസിന്റെ ശക്തിയെ കുറച്ചു കണ്ടതായാണ് വ്യാഴാഴ്ച പുറത്തുവന്ന അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. ഇസ്രായേൽ സിവിലിയന്മാരെ സംരക്ഷിക്കുന്നതിൽ സൈന്യം പരാജയപ്പെട്ടുവെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു. ഹമാസിന് പരമാവധി 8 അതിർത്തി പോയിന്റുകളിൽ നിന്ന് മാത്രമേ കരയാക്രമണം ആരംഭിക്കാൻ കഴിയൂവെന്നാണ് സൈനിക ഉദ്യോഗസ്ഥർ കരുതിയത്. എന്നാൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഹമാസിന് 60-ലധികം വഴികളുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. നേരത്തെ 3 തവണ ഹമാസ് ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നുവെന്ന വെളിപ്പെടുത്തലും റിപ്പോർട്ടിൽ നടത്തുന്നു. എന്നാൽ എന്തോ കാരണത്താൽ ആക്രമണം വൈകിപ്പിച്ചതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഹമാസ് മുൻ തലവൻ യഹ്യാ സിൻവറിന്റെ നേതൃത്വത്തിൽ 2017-ൽ ആക്രമണത്തിനുള്ള ആസൂത്രണം ആരംഭിച്ചിരുന്നു. ആയിരക്കണക്കിന് ഹമാസ് പോരാളികൾ ഇസ്രായേലിന്റെ അതിർത്തി ഭേദിച്ച് റോക്കറ്റുകൾ വർഷിച്ചപ്പോൾ ഇസ്രായേൽ സൈന്യം അമ്പരന്നതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. അവർ നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തനരഹിതമാക്കി അതിർത്തിയിൽ നിലയുറപ്പിച്ച 100 കണക്കിന് സൈനികരെ പെട്ടെന്ന് കീഴടക്കുകയും ചെയ്തു. അവിടെ നിന്ന് അവർ ഹൈവേകളിലേക്കും അതിർത്തി പ്രദേശങ്ങളിലും സംഗീത പരിപാടികളിലേക്കും റെസിഡൻഷ്യൽ ഏരിയയിലേക്കും പോയതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.